ഇനി ഖന്തഖ് യുദ്ധത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? എന്തായിരുന്നു ഖന്തഖ് യുദ്ധത്തിൻ്റെ കാരണം? ധൂമത്തുൽ ജന്തലുമായി ആക്രമണം നടത്തിയപ്പോൾ പിന്നെ ഖുറൈശികളോട് തീരുമാനിച്ചു ഇനി മുഹമ്മദിനെ വെച്ചേക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഖന്തഖ് യുദ്ധത്തിലേക്ക് പോണതെന്നാണ്. എന്നാൽ ജബ്ബാർ പറയുന്നത് അയാളുടെ കമ്മട്ടമാണ്, വിഡ്ഢിത്തമാണ്, വങ്കത്വമാണ്. യഥാർത്ഥത്തിൽ ചരിത്രം അതല്ല പറയുന്നത്. ചരിത്രം പറയുന്നത് ഖന്തഖ് യുദ്ധത്തിന് കോപ്പ് കൂട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ അതിന് പ്രേരണ ചെലുത്തിയിട്ടുള്ളത് ജൂതന്മാരാണ്. ആ ജൂതന്മാരുടെ നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. ബനു നളീർ ഗോത്രത്തിൽപ്പെട്ട ജൂത ഗോത്രത്തിൽപ്പെട്ട സലാം ബിൻ അബിൽ ഹഖീഖ്, ഹുയൈജ് ബിൻ അഖ്തബ്, അതുപോലെ തന്നെ ഇബ്നു ഹഖീഖിൻ്റെ മകൻ റബീഇൻ്റെ മകൻ കിനാന, ബനു വായിൽ ഗോത്രത്തിൽപ്പെട്ട ഹൗദത്ത് ബിൻ ഖൈസ്, അതേ ഗോത്രത്തിൽ തന്നെ പെട്ടിട്ടുള്ള അബു അമ്മാർ, ഇവരാണ് നേതാക്കന്മാർ. സലാം ബിൻ അബിൽ ഹഖീഖ്, ഹുയൈജ് ബിൻ അഖ്തബ്, കിനാനത്ത് ബിൻ റബീഅ്, ഹൗദത്ത് ബിൻ ഖൈസ്, അബു അമ്മാർ, ഈ 5 ആളുകളാണ് നേതാക്കന്മാർ. ഇവരുടെ കൂടെ വേറെയും കുറേ ആളുകളുണ്ട്. ഇവർ മക്കയിൽ വന്ന് അബൂ സുഫിയാനെയും മറ്റുമൊക്കെ കണ്ടിട്ട് മദീനയ്ക്കതിൽ ആക്രമണം നടത്താൻ വേണ്ടി ഇവരെ പ്രേരിപ്പിക്കുകയാണ്. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, നിങ്ങൾ ജയിക്കണ വരെ ഞങ്ങളെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടാണ് ഈ യഹൂദ സംഘം അബൂ സുഫിയാനെ കെണിയിൽപ്പെടുത്തുന്നത്. ശത്രുത മനസ്സിലുണ്ടാകുമ്പോൾ അങ്ങനെയാണ്. വേറൊരു കൂട്ടർ തങ്ങളെ സഹായിക്കാനുണ്ടെന്ന് പറയുമ്പോൾ പിന്നെ നേതാക്കന്മാർ ഇടതും വലതും ഒന്നും മുൻപിന്നൊന്നും ചിന്തിക്കൂല, അവരെ എടുത്തു ചാടുക ചെയ്യുക. അതാണ് അബൂ സുഫിയാൻ അവിടെ സംഭവിച്ചത്. ഏതായാലും ഹുയൈജ് ബിൻ അഖ്തബും സലാം ബിൻ അബിൽ ഹഖീഖും ഒക്കെ ഇയാളെ മൂച്ചിമ്മ കയറ്റി അയാളതിന് തയ്യാറായി, അബൂ സുഫിയാൻ അതിന് തയ്യാറായി. അതിനുശേഷം അവർ പിന്നീട് ഖത്ഫാൻ ഗോത്രത്തെ കണ്ടു, അതുപോലെ ചുറ്റുവട്ടത്തിലുള്ള ഗോത്രങ്ങളെയൊക്കെ കണ്ടു. ഈ ഗോത്രങ്ങളെല്ലാം കൂടി യോജിച്ചുകൊണ്ടാണ് മദീനയെ ആക്രമിക്കാൻ വേണ്ടി പരിപാടിയുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇവരൊക്കെ കൂടി സഖ്യകക്ഷികളായി ചേർന്നതുകൊണ്ടാണ് ഇതിന് അഹ്സാബ്, ഖസ്വത്ത് ഖന്തഖ് എന്നതുപോലെ ഖസ്വത്തുൽ അഹ്സാബ് എന്ന മറ്റൊരു പേര് കൂടി യുദ്ധത്തിനുണ്ട്. ഖസ്വത്തുൽ ഖന്തഖ് എന്ന് പറയുന്നത് അവിടെ ശത്രുവിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി, മദീനയിലേക്ക് കടന്നു കയറുന്നതിൽ നിന്ന് ശത്രുവിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി കിടങ്ങു കുഴിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ 2 പേരിലും ഈ യുദ്ധം അറിയപ്പെടുന്നുണ്ട്. ഖസ്വത്ത് ഖന്തഖ് എന്ന പേരിൽ അറിയപ്പെടുമ്പോൾ കിടങ്ങ് യുദ്ധം, ഖസ്വത്ത് അഹ്സാബ് അറിയുമ്പോൾ സഖ്യകക്ഷി യുദ്ധം എന്നാണ് പറയാം. അപ്പോൾ ഇവരിങ്ങനെ സൈനിക സന്നാഹം നടത്തേണ്ടത് എന്നുള്ള വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടുകയാണ്. മാത്രമല്ല ഇത് വലിയൊരു സൈന്യമാണ്. മദീനയിലേക്ക് ഇവർ കടന്നു കയറിയാൽ പിന്നെ മദീന ആകെ കുട്ടിച്ചോറാവും, ആകെ തകർന്ന് തരിപ്പണമാവും. അതുകൊണ്ട് അവർ മദീനയിലേക്ക് വരാതെ എങ്ങനെ രക്ഷപ്പെടാം എന്നത് യുദ്ധതന്ത്രത്തിൻ്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരുമായി കൂടിയാലോചിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് ജബ്ബാർ പറയുന്നത് മുഹമ്മദ് അള്ളാഹുവിനെ കൈവൊടിഞ്ഞു എന്നിട്ട് തൻ്റെ ആളുകളുമായി കൂടിയാലോചിക്കുക ചെയ്തത്. മനുഷ്യൻ അള്ളാഹുമായിട്ട് കൂടിയാലോചിക്കില്ല. പ്രവാചകന്മാരായിരുന്നാലും മറ്റുള്ള ആളുകളുമായിരുന്നാലും അള്ളാഹുമായിട്ട് കൂടിയാലോചിക്കാനുള്ള മനുഷ്യന് ചേർന്ന് തന്നെ സാധ്യമാവുന്ന സംഗതിയല്ല. എന്ന് മാത്രമല്ല, അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളിൽ തന്നെയും അള്ളാഹുമായിട്ട് കൂടിയാലോചിക്കണം നിങ്ങൾ എന്നുള്ള ഒരു നിർദ്ദേശം ഖുർആനിലെവിടെയും അല്ലെങ്കിൽ മറ്റു വേദങ്ങളിലെവിടെയും കാണൂല. അപ്പോൾ കൂടിയാലോചിക്കേണ്ടത് ആരുമായിട്ടാണ്? അത് മനുഷ്യരുമായിട്ടാണ്. ആ കൂടിയാലോചന എന്ന് പറയുന്നതിൽ 2 സംഗതിയുണ്ട്. ഒന്ന്, ഇത്തരത്തിലുള്ള സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങൾ, അതിൻ്റെ ചില അടിസ്ഥാന നിർദ്ദേശങ്ങളും തത്വങ്ങളുമാണ് ഇസ്ലാം എക്കാലത്ത് നൽകി പോന്നിട്ടുള്ളത്. അതിൻ്റെ നയങ്ങൾ രൂപീകരിക്കേണ്ടത്, അതുപോലെ യുദ്ധത്തിൻ്റെ സമയം നിർണ്ണയിക്കേണ്ടത്, എവിടെ വെച്ച് യുദ്ധം ചെയ്യണമെന്ന് നിർണ്ണയിക്കേണ്ടതൊക്കെ മനുഷ്യർ തന്നെയാണ്. അതുകൊണ്ട് നേതൃത്വം, അത് പ്രവാചകന്മാരായാലും അല്ലെങ്കിലും ഒക്കെ നേതൃത്വം അവരുടെ അനുയായികളുമായി കാര്യപ്പെട്ട കൂടിയാലോചനാ സമിതിയുമായി കൂടിയാലോചിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നീക്കുക. അതാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരുമായിട്ട് കൂടിയാലോചിച്ചിട്ടുള്ളത്.
അപ്പോൾ അതിൽ പേർഷ്യക്കാരനായിരുന്ന സൽമാൻ റളിയല്ലാഹു അൻഹു അവരുടെ നാട്ടിൽ പേർഷ്യയിൽ ചെയ്യുന്ന ഒരു തന്ത്രത്തെ സംബന്ധിച്ച് പറയുന്നു. ശത്രുവിനെ തടുത്തു നിർത്താൻ വേണ്ടി കിടങ്ങ് കുഴിക്കുക എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച നിർദ്ദേശം. ഇവിടെ ഒരു അന്യനാട്ടിൽ നിന്ന് വന്ന ഒരാളുടെ നിർദ്ദേശം സ്വീകരിച്ചിട്ടാണ് മുഹമ്മദ് ഈ കാര്യങ്ങൾ കൈയാളുന്നതെന്നാണ് ജബ്ബാർ ആക്ഷേപിക്കുന്നത്. ഇതും യഥാർത്ഥത്തിൽ ജബ്ബാറിൻ്റെ വിവേകമില്ലായ്മയുടെയും വിവരമില്ലായ്മയുടെയും തെളിവാണ്. കാരണം വിവരം എന്ന് പറയുന്നത്, അറിവ് എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിൻ്റെയും കുത്തകയല്ല എന്നുള്ളതാണ്. ഇസ്ലാം വിശേഷിച്ചും ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അൽ ഹിക്മത്തു ളാല്ലത്തുൽ മുഅ്മിൻ അന്നാ വജദഹ യൽതഖിതുഹ എന്നാണ്. അറിവ് എന്ന് പറയുന്നത്, വിജ്ഞാനം എന്ന് പറയുന്നത് സത്യവിശ്വാസിയുടെ കളഞ്ഞുപോയ സ്വത്താണ്. അതെവിടെ കണ്ടാലും അവർ പെറുക്കിയെടുക്കും, നേടിയെടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും സൽമാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനൊരു നിർദ്ദേശം മുമ്പോട്ട് വച്ചപ്പോൾ അത് ഏറ്റവും നല്ല നിർദ്ദേശമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും തോന്നുകയാണ്. ബാക്കി ഭാഗങ്ങളെ മലകൾ, അതുപോലെ ഈത്തപ്പനത്തോട്ടങ്ങൾ, ഇതിലൂടെയൊന്നും ശത്രുവിന് കടന്നു വരാൻ പറ്റില്ല. അപ്പോൾ അതൊന്നുമില്ലാത്ത ഒഴിഞ്ഞ പ്രദേശത്താണ് ഈ കിടങ്ങ് കുഴിക്കുന്നത്. അപ്പോൾ ഈ കിടങ്ങ് കുഴിക്കണത് മാസങ്ങളോളം എടുത്ത് ആയിരക്കണക്കിന് ആളുകൾ പണിപ്പെട്ട് എന്നൊക്കെയാണ് ജബ്ബാർ പറഞ്ഞത്. അതായത് ഇത്രയും ആളുകളുടെ അധ്വാനം ദുർവിനിയോഗം ചെയ്യായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെയുള്ള സൂചന നൽകിക്കൊണ്ടാണ് ജബ്ബാർ ഈ ആക്ഷേപം ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്തിനാണ് മനുഷ്യൻ്റെ അധ്വാനം എന്ന് പറയുന്നത്? മനുഷ്യൻ എന്തിനു വേണ്ടി അധ്വാനിക്കുന്നത്? മനുഷ്യൻ അധ്വാനിക്കുന്നത് അവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്. അത് വ്യക്തിയാണെങ്കിൽ വ്യക്തിയുടെ നിലനിൽപ്പിന്, കുടുംബമാണെങ്കിൽ കുടുംബത്തിൻ്റെ നിലനിൽപ്പിന്, രാഷ്ട്രമാണെങ്കിൽ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് അധ്വാനം ചെയ്യുക. ഇത് കേവലം കുറച്ച് ആളുകൾ കഠിനാധ്വാനം ചെയ്യുന്നു, ദേഹണ്ഡം ചെയ്യുന്നു എന്നത് മാത്രമല്ലല്ലോ. ഇതിനൊക്കെ സമ്പത്തും വിനിയോഗിക്കുന്നുണ്ട്. ഇന്ന് ലോകത്ത് ജനാധിപത്യ രാജ്യങ്ങൾ പോലും യുദ്ധാവശ്യത്തിന് വേണ്ടി എത്രമാത്രം പണവും സമയവും അധ്വാനവും ചെലവഴിക്കുന്നുണ്ട്. ഇത് ജബ്ബാറിനെ എതിർക്കാൻ പറ്റുമോ? ചോദ്യം ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ നേതൃത്വം ഇങ്ങനെയുള്ള കാര്യം ചെയ്യുമ്പോൾ അത് മാത്രമാണോ അനാവശ്യമായിട്ടുള്ള പ്രവർത്തനമായി മാറുക? അതോ ലോകത്തെല്ലാവരും ചെയ്യുന്നത് ഈ അനാവശ്യ പ്രവർത്തനമാണോ എന്നത് ജബ്ബാറിനെ പോലുള്ള ആളുകളാണ് വ്യക്തമാക്കേണ്ടത്. ഇവിടെ തനി പക്ഷപാതപരമായിട്ടുള്ള വിദ്വേഷം മുറ്റിയിട്ടുള്ള സമീപനം കൈക്കൊള്ളുക എന്നതിൽ നിന്ന് ഒരു യുക്തിവാദി എന്നുള്ളവർക്ക് യുക്തിയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വിധത്തിലുള്ള കോപ്രായങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ ജബ്ബാർ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായിരുന്നാലും ഈ കിടങ്ങ് കുഴിച്ചു, കിടങ്ങ് പൂർത്തിയായതിന് ശേഷമാണ് ഇവർ മുമ്പോട്ട് വരുന്നത്, യുദ്ധരംഗത്തേക്ക് വരുന്നത്. അപ്പോൾ ജബ്ബാർ പറയുന്നത് ഇവർ മാസങ്ങളോളം കാത്തിരുന്നിട്ടുണ്ട് മദീനയെ ആക്രമിക്കാൻ. അപ്പോൾ മുഹമ്മദ് ഇങ്ങനെ ഒരു കിടങ്ങ് കുഴിച്ചിട്ടുണ്ടാകുന്നുള്ള വിവരമൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. എന്നാൽ എന്തുകൊണ്ട് അവർ പെട്ടെന്ന് വന്നില്ല എന്നൊക്കെയാണ് മൂപ്പരെ ചോദ്യം. ജബ്ബാർ പറയുന്നത് കേട്ടാൽ യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ അത് ചമ്മന്തി അരക്കുന്നത് പോലെ ഞൊടിയിടയിൽ ചെയ്യാവുന്നൊരു സംഗതിയാണ് എന്നായിരിക്കാം. യുദ്ധത്തിന് അതിൻ്റെ ചില ഒരുക്കുകൂട്ടലുകൾ ആവശ്യമുണ്ട്. സൈന്യത്തെ സംഘടിപ്പിക്കേണ്ടതുണ്ട്, ആയുധം ശേഖരിക്കേണ്ടതുണ്ട്, വാഹനം ഉണ്ടാക്കേണ്ടതുണ്ട്, അതുപോലെ യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത്, സമയം തിരഞ്ഞെടുക്കേണ്ടതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ബുദ്ധിയും വിവേകവുമുള്ള ഏത് ശത്രുപക്ഷത്തുള്ള ആളുകളാണെങ്കിലും നയവും തന്ത്രവുമൊക്കെ മെനയാൻ കഴിയുന്ന ഏത് വിഭാഗവും യുദ്ധത്തിന് ഒരുങ്ങുള്ളൂ. ആ ജബ്ബാർ പറയും പോലെ വണ്ടിച്ചെന്നാട്ട് യുദ്ധം ചെയ്യാന്നുള്ളത് ഒരു കാലത്തും യുദ്ധം ചെയ്യുന്ന ആളുകൾ ചെയ്യണമല്ല. അപ്പോൾ അതിന് ചിലപ്പോൾ ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ മാസങ്ങളൊക്കെ എടുക്കും. വിവരം എന്തൊക്കെ കിടങ്ങു വയ്ക്കേണ്ടതുള്ള വിവരം അവർക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയാണല്ലോ എന്ന് നമ്മൾ പറയാൻ കഴിയില്ല. കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്കത് പെട്ടെന്ന് അവിടെ വന്നിട്ട് ഇതിനെ തടസ്സപ്പെടുത്താനോ മദീനയിലേക്ക് കടന്നു കയറാനോ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല അബൂ സുഫിയാനും ആളുകളും ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഏതായിരുന്നാലും അവർ വന്നപ്പോൾ മുമ്പിൽ കിടങ്ങ് കണ്ട് അത് ചാടിക്കടക്കാൻ കുതിരകൾക്കോ ഒട്ടകങ്ങൾക്കോ ഒന്നും സാധ്യമല്ലാതെ കണ്ടപ്പോൾ അവർ അന്താളിച്ച് മറുഭാഗത്ത് നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ അവരവിടെ തമ്പടിച്ചു കൂടി മദീനയെ ആക്രമിക്കാൻ എന്താണ് ഇനി പോംവഴി,
എന്ന് ചിന്തിച്ചുകൊണ്ട് അവർ കഴിഞ്ഞുകൂടിയുള്ളത് ശരിയാണ്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഖന്തക്ക് യുദ്ധത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മുൻകൂട്ടി ഒരു കിടങ്ങ് ഇങ്ങനെ കുഴിക്കാനുള്ള പ്ലാനിട്ടു, ഇവരോട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചതല്ല. ശത്രുക്കൾ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്ത് വരുന്നു എന്ന് കേട്ടപ്പോൾ അതിനെ ഉപരോധിക്കാൻ വേണ്ടി തടുത്തു നിർത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരുമായി കൂടിയാലോചിക്കുകയും അതിനുള്ള തന്ത്രങ്ങൾ മെനയുകയും ചെയ്തു. ഈ തന്ത്രം മെനയാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ളതും അള്ളാഹു തന്നെയാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. സൂറത്ത് ആല ഇമ്രാനിൽ വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് വശാവിറുഹും ഫിൽ അംരി, കാര്യങ്ങളൊക്കെ സ്വന്തം അനുയായികളുമായിട്ട് കൂടിയാലോചിക്കണമെന്നാണ്. എന്നിട്ട് കൂടിയാലോചിച്ച് മനുഷ്യൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തതിന് ശേഷം സൈദാസം തഫത്തവക്കൽ അലല്ലാഹ്, ബാക്കി അള്ളാഹിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക. ഇതാണ് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ യുക്തിവാദം കൊണ്ട് മനസ്സിലാവില്ല. യുക്തിബോധവും അല്പമൊക്കെ മാന്യതയുള്ളവർക്ക് അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധ്യമാവും. ജബ്ബാറിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള യുക്തിബോധമില്ലായ്മയാണ്. യുക്തിവാദം മാത്രമേ ജബ്ബാറിനും ആളുകൾക്കും ഉള്ളൂ എന്നതാണ്.